Morning. Good morning, Miss. Okay, good morning. Okay. Breakfast ഒക്കെ കഴിഞ്ഞോ? ഓക്കെ, അമൃത ഗുഡ് മോർണിംഗ്. കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച എല്ലാവരും? കഴിച്ചു. പൂക്കളൊക്കെ ഇട്ടോ? പൂക്കളം ഇട്ടില്ലേ? ഓക്കെ, അത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഹീര ഗുഡ് മോർണിംഗ്. കഴിച്ചു, പൂക്കളം ഇട്ടു. ഓക്കെ, ശരണ്യ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ വലിയ മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഞാനും ആദ്യം മിസ്സായിരിക്കും. പോർഷൻസ് ഇപ്പൊ തീർക്കണമല്ലോ. 3-ാം തീയതിക്ക് മുമ്പ് തീർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് മാക്സിമം വേഗത്തിൽ പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൺ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യേണ്ട ഇലമെന്റ്സുകൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 6 എലമെന്റ്സുകളാണ് അതിനകത്ത് വരുന്നത് അല്ലെ. ഇതൊക്കെയായിരുന്നു 6 എലമെന്റ്സുകള്. ഒന്നാമത്തത് എന്തായിരുന്നു? ഡിസിഷൻ അല്ലെ. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങളും പിന്നെ റിസീവിംഗ് ഫെസിലിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. അതാണ് ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് എന്തായിരുന്നു? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ. അതായത് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ട ചില തയ്യാറെടുപ്പുകളും അതുപോലെ പേഷ്യന്റിനെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യണം അല്ലെ. സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതാണ് രണ്ടാമത്തെ കമ്പോണന്റ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ഏത് രീതിയിൽ, ഏത് മെത്തേഡിലൂടെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണോ അതോ എയർ ട്രാൻസ്പോർട്ട് ആണോ? അതാണ് മൂന്നാമത്തെ കമ്പോണന്റ് അല്ലെ. നാലാമത്തെ കമ്പോണന്റ് എന്തായിരുന്നു? എക്കമ്പനിയിങ് ദ പേഷ്യന്റ് അല്ലെ. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെറുതെ അയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അയാളുടെ കൂടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണല് എക്കമ്പനി ചെയ്തിരിക്കണം അല്ലെ, കൂടെ പോയിരിക്കണം. അത് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് അഞ്ചാമത് പറയാനുള്ള കമ്പോണന്റ് എക്യുപ്മെന്റ്സുകളാണ് അല്ലെ. എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുകള്, മോണിറ്ററിങ് സംവിധാനങ്ങള് അല്ലെ. പിന്നെ ആറാമത്തെ കമ്പോണന്റ് എന്താണ്? ഡോക്യുമെന്റേഷൻ, കൃത്യമായിട്ടുള്ള രേഖകളും റെക്കോർഡുകളും അല്ലെ. ഇങ്ങനെ നമുക്ക് 6 കമ്പോണന്റ്സ് അല്ലെങ്കിൽ 6 ഇലമെന്റ്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. അത് ആരുടേതാണ്? ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടറുടേതാണ്. ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടറാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രണ്ടാമത്തെ കമ്പോണന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതിന് നമ്മൾ 4 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടല്ലേ. ABCD. A ഫോർ എയർവേ ആണ്, D ഫോർ ബ്രീത്തിങ് ആണ്, C ഫോർ സർക്കുലേഷൻ ആൻഡ് D ഫോർ ഡിസേബിലിറ്റി. അതിലെ എയർവേ മാനേജ്മെന്റ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ബി പറയാം അല്ലെ. എയർവേ മാനേജ്മെന്റ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഗുരുതരമായിട്ടുള്ള ട്രോമ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ പേഷ്യൻസ് ആണെങ്കിൽ സെർവിക്കൽ അല്ലെ, നമ്മുടെ കഴുത്തിന്റെ നെക്ക് ഏരിയയിലുള്ള സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എയർവേയിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്തതാണ് ബ്രീത്തിങ് ആണ് കേട്ടോ. ബ്രീത്തിങ് അറിയാലോ, എന്താണ്? പേഷ്യന്റിന്റെ ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വെന്റിലേഷൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. The ventilation should be sufficiently regulated with the optimization of the arterial blood gas values. എന്താണ് പറയുന്നത്? The ventilation should be sufficiently regulated with the optimization of the arterial blood gas values.
അപ്പോ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ അല്ലെ. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയില് ABG എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ABG എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറെ ഏതൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാമത് അല്ലെ. എന്താണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ഈ ബ്ലഡിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവലുകള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ആ ഒരു വെന്റിലേഷൻ, അവരുടെ ശ്വാസോച്ഛ്വാസം എന്ത് ചെയ്തിരിക്കണം? റെഗുലേറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്തിരിക്കണം. മനസ്സിലായോ? അപ്പൊ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവലുകള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഓക്സിജന്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോയി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പേഷ്യന്റ് അൺകോൺഷ്യസ് ആവും അല്ലെ, അബോധാവസ്ഥയിലാവും. ആസ്ഫിക്സിയ എന്നൊക്കെ പറഞ്ഞു മറ്റേ മെഡിക്കൽ ടെർമിനോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. ആസ്ഫിക്സിയ അല്ലെ, ഇതെന്താണ്? ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ബ്ലഡിൽ കൂടും. സ്വാഭാവികമായിട്ട് പേഷ്യന്റ് അൺകോൺഷ്യസ് ആവും. അത് എന്താവും? അബോധാവസ്ഥയിലാവും അല്ലെ. അങ്ങനെ ആവരുത്. ഓക്സിജന്റെ ലെവലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും ഒരു കൃത്യമായിട്ടുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിന്റെ വെന്റിലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം. പേഷ്യന്റിന്റെ ശ്വാസോച്ഛ്വാസം എന്ത് ചെയ്തിരിക്കണം? റെഗുലേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. വെന്റിലേഷൻ ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? ഇൻ ദ സസ്പെൻഷൻ ന്യൂമോതൊറാക്സ് chest drain should be installed before transfer, especially before air transport. ശ്രദ്ധിക്കാം. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട് അല്ലെ, ന്യൂമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല്? അതായത് ന്യൂമോ എന്ന വാക്കിന്റെ അർത്ഥം എയർ എന്നാണ് കേട്ടോ. ന്യൂമോ എന്ന വാക്കിന്റെ അർത്ഥം എയർ എന്നാണ്. ഓക്കെ. തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കാർഡിയോ തൊറാസിക് സർജറി. തൊറാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ആണ് അല്ലെ. അവിടെയാണ് നമ്മുടെ ഹാർട്ടും ലങ്സും അല്ലെ, അങ്ങനെയുള്ള ഓർഗൻസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്താണ് അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ പറയുന്ന തൊറാക്സ് എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ് കേട്ടോ, ശ്വാസകോശമാണ്. അപ്പൊ ന്യൂമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ ഇൻ ദ ലങ്സ് എന്നാണ് അർത്ഥം. ഓക്കെ. ന്യൂമോ എന്ന് പറഞ്ഞാൽ എയർ എന്നാണ് അർത്ഥം. ഇവിടെ തൊറാക്സ് എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ്, ശ്വാസകോശമാണ്. അപ്പൊ ന്യൂമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ ഇൻ ദ ലങ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് എയർ കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? നമ്മുടെ ലങ്സ് വിൽ ബി കൊളാപ്സ്ഡ്. ഇത് സംഭവിക്കും, ലങ്സ് കൊളാപ്സ് ആവും അല്ലെ. ഇതിനകത്തേക്ക് ഭയങ്കരമായിട്ട് എയർ ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഈ ലങ്സ് വിൽ ബി കൊളാപ്സ്ഡ് ഡ്യൂ ടു ദ എയർ ഇൻ ദ പ്ലൂറൽ സ്പേസ്. ആ പ്ലൂറൽ സ്പേസിനകത്ത്, അതായത് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക്, അതിന്റെ മെംബ്രെയിനകത്തേക്ക് ആ ഒരു പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്. പ്ലൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ കവർ ചെയ്യുന്ന ഒരു ആവരണമാണ്. ഓക്കെ. നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, അതിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലൂറൽ ക്യാവിറ്റിക്കകത്തേക്ക് എയർ കയറുന്ന എന്ത് സംഭവിക്കുന്ന അറിയോ? ആ ക്യാവിറ്റി ഇങ്ങനെ നിറയും. ക്യാവിറ്റി നിറയുമ്പോൾ ലങ്സിന് കംപ്രഷൻ വരും. മനസ്സിലായോ? ലങ്സിന്, കാരണം ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് പ്ലൂറൽ എന്ന് പറയുന്നത്, പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂറയ്ക്കകത്തേക്ക്, ഈ പ്ലൂറൽ സ്പേസിനകത്തേക്ക് എയർ കയറി കഴിയുമ്പോ അതിങ്ങനെ നിറയും അല്ലെ. പ്ലൂറൽ ക്യാവിറ്റി നിറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലങ്സിന് എന്ത് സംഭവിക്കും? ലങ്സ് ഇങ്ങനെ കംപ്രസ് ചെയ്യൂലേ, ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും ആ ഒരു നിറഞ്ഞിട്ട്. അങ്ങനെ ലങ്സ് എന്ത് ചെയ്യപ്പെടും? കൊളാപ്സ് ചെയ്യപ്പെടും. ലങ്സ് വിൽ ബി കൊളാപ്സ്ഡ് ആവും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് എയറിനെ പുറത്ത് കളയണം അല്ലെ. എയറിനെ എന്ത് ചെയ്യണം? പുറത്തോട്ട് കളയണം. അപ്പൊ പുറത്തേക്ക് കളയണമെങ്കിൽ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും? ചെസ്റ്റ് ഡ്രെയിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെസ്റ്റ് ട്യൂബ് ആണ് കേട്ടോ. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാല് ചെസ്റ്റ് ട്യൂബ് ആണ്. അതിന് വേറൊരു പേരും കൂടെ പറയും, തൊറാക്കോസ്റ്റമി ട്യൂബ് എന്നും പറയും കേട്ടോ. എന്താണ് പറയാ? തൊറാക്കോസ്റ്റമി ട്യൂബ് എന്ന് പറയും. തൊറാക്സ് ആണല്ലോ, തൊറാക്കോസ്റ്റമി ട്യൂബ്. അതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി ഇരുന്നാൽ മതി. ചെസ്റ്റ് ഡ്രെയിൻ അഥവാ ചെസ്റ്റ് ട്യൂബ് എന്ന് പറയും. അതൊരു ഡിവൈസ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് ദ ഡിവൈസ് ദാറ്റ് ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ചെസ്റ്റ് ക്യാവിറ്റി കേട്ടോ. ഈ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്തേക്ക്, അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിക്കകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ആണ് ചെസ്റ്റ് ഡ്രെയിൻ അഥവാ ചെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ
ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയോ, ഈ എയറിനെ നമ്മൾ വലിച്ച് പുറത്തോട്ട് കളയണം. കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലെൻസ് കൊളാപ്സ്ഡ് ആയി പോകും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ സസ്പെക്റ്റഡ് ന്യൂമോതൊറാക്സ്, അപ്പൊ ന്യൂമോതൊറാക്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ the chest drain should be installed. Chest drain പറഞ്ഞാൽ ചെസ്റ്റ് ട്യൂബ് ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെന്തിനാ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ആ ലെൻസിനകത്ത് കയറിയിട്ടുള്ള എയറിനെ വലിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. പ്രത്യേകം പറയുന്നത്, പ്രത്യേകിച്ച് എവിടെ എയർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഹെലികോപ്റ്റർ, എയർ ആംബുലൻസ് വരെയൊക്കെ നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും പ്രഷർ ചേഞ്ചസ് വരാം അല്ലെ. നമുക്കറിയാം ഉയരം കൂടുന്നതോടെ കുറയും, പ്രഷർ കുറയും അല്ലെ. ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. അപ്പൊ എയർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രഷറിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരും. ഇങ്ങനെ പ്രഷർ ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ബോഡിക്കകത്തുള്ള ഗ്യാസുകൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്യാസുകൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഓൾറെഡി ന്യൂമോതൊറാക്സ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഓൾറെഡി കൊളാപ്സ്ഡ് ആയിട്ടുള്ള ലെൻസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഇങ്ങനെ പ്രഷർ ചേഞ്ചസ് വരുമ്പോൾ അവരുടെ കണ്ടീഷൻ കുറെ കൂടെ സിവിയർ ആവും. അവരുടെ കണ്ടീഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ന്യൂമോതൊറാക്സ് പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം? ചെസ്റ്റ് ഡ്രെയിൻ അഥവാ ചെസ്റ്റ് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബ്രീത്തിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. The ventilation should be sufficiently regulated with the optimization of the arterial blood gas values. കേട്ടോ, അതായത് നമ്മുടെ ബ്രീത്തിനകത്തുള്ള ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാല്യൂകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ബ്രീത്തിങ് അല്ലെങ്കിൽ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസം അവിടെ റെഗുലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വേണം അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ക്ലിയർ? ന്യൂമോതൊറാക്സ് ഒക്കെ എന്തായാലും മനസ്സിലായോ? മറക്കില്ലല്ലോ. ഓക്കെ, നമ്മുടെ ലെൻസിനകത്ത് എയർ കയറുന്ന അവസ്ഥയാണ് കേട്ടോ. എയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് കൊളാപ്സ്ഡ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ആ എയറിനെ പുറത്തോട്ട് കളയണം. ആ എയറിന് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊരു ഡിവൈസ് ആണ്, അതൊരു ട്യൂബ് ആണ്, ദാറ്റ് ഈസ് ഇൻസർട്ടഡ് ഇൻടു ദ ചെസ്റ്റ് ക്യാവിറ്റി. ഓക്കെ, അടുത്തത് കേട്ടോ. അപ്പൊ ബി കഴിഞ്ഞു കേട്ടോ, ബി കഴിഞ്ഞു ബ്രീത്തിങ്. ഇനി അടുത്തത് സി ആണ് കേട്ടോ. സി എന്താണ്? സർക്കുലേഷൻ ആണ് അല്ലെ. ഓക്കെ, സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസുകളാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ? ശ്രദ്ധിക്കുക. The patient should have at least 2 wide bore intravenous working cannulas in place before shifting. അതായത് നമ്മൾ ഇത്തരം പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 എണ്ണം കേട്ടോ, 2 wide bore intravenous working cannulas, 2 വലിയ കാനുലകൾ. കാനുലാസ് അറിയാലോ, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ കുത്തിവെക്കില്ല, ആ സംഭവമാണ് കാനുല എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ കയ്യിൽ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ തരാറില്ലേ, ആ സംഭവമാണ് കാനുല, അറിയാലോ. അപ്പൊ 2 wide bore intravenous working cannulas എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൈഡ് ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ലാർജ് വലിപ്പം ഉള്ളതും പിന്നെ കുറച്ച് ഉൾവ്യാസം കൂടിയിട്ടുള്ള ലാർജ് ഡയറീറ്റർ, കുറച്ച് ഉൾവ്യാസമുള്ള കാനുലകൾ കേട്ടോ. അത്തരം കാനുലകൾ എത്ര എണ്ണം? 2 എണ്ണം ഉണ്ടാവും. 2 ഒരു എന്താ പറയുക വൈഡ് ബോർ ആയിട്ടുള്ള കാനുല കരുതണം. ഓക്കെ, അത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ ഇത്തരത്തില് IV ഫ്ലൂയിഡുകളും മറ്റൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാനുലാസ് ആവശ്യമായിട്ട് വരും അല്ലെ. ഇവിടെ പറയുന്നുണ്ട് external hemorrhage, if any, should be regulated, controlled, and any shock should be, എനിക്ക് പറയാം ആദ്യം ഇത് പറയാം. external hemorrhage, if any, should be regulated, controlled. എന്താണ് ഹെമറേജ്? എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് കേട്ടോ. സിവിയർ ബ്ലീഡിംഗ് ഫ്രം an external wound കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബ്ലീഡിംഗ് ആണ്. അതെ, അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും മുറിവ് സംഭവിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഹെമറേജ്, എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഹെമറേജ് ഉണ്ടാകും, എക്സ്റ്റേണൽ ഹെമറേജ് ഉണ്ടാകും. ഇവിടെ പറയുന്ന എക്സ്റ്റേണൽ ഹെമറേജ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് സിവിയർ ബ്ലീഡിംഗ് ഫ്രം ദ എക്സ്റ്റേണൽ wound. അപ്പൊ പുറത്ത് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും മുറിവ് സംബന്ധിച്ച് സിവിയർ ആയിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. അങ്ങനെ ബ്ലീഡിംഗ് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ്.
അത് നമ്മൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം അല്ലെ, കൺട്രോൾ ചെയ്യണം അല്ല, ആ ബ്ലീഡിങ്ങിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കണം അല്ലെ, അതോടൊപ്പം റെഗുലേറ്റ് ചെയ്യണം. ഫർദർ ബ്ലഡ് ലോസ് വരാത്ത രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം അല്ലെ. ഓക്കെ, പിന്നെ അതുകൂടാതെ and any shock should be treated with the intravenous fluids and or vasopressors. അതുപോലെ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റില് ഇപ്പൊ ഷോക്ക് അടിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഷോക്ക് അടിച്ചു കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, അമർത്തിത്തിരുമോ അല്ലെ, നമ്മൾ അവരിങ്ങനെ അമർത്തിത്തിരും. എന്തിനു വേണ്ടിയിട്ട് അമർത്തിത്തിരുവരെ, ഈ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്ലഡ് തിക്കാവാൻ തുടങ്ങും അല്ലെ, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും എന്ന് വെച്ചാൽ ബ്ലഡ് തിക്കാവാൻ തുടങ്ങും. തിക്കാവുമ്പോ ബ്ലഡ് ഫ്ലോ ചെയ്യും, ബ്ലഡ് ഫ്ലോ ചെയ്യില്ല, സർക്കുലേഷൻ കുറയും. സർക്കുലേഷൻ കുറയുമ്പോ അത് തന്നെ സർക്കുലേഷൻ കുറയും. ഓക്കെ, കറക്റ്റ് ആണ് ശരണ്യ, സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് രോഗി മരണപ്പെടും അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷോക്ക് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലഡ് വോളിയം റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് ഈ പേഷ്യന്റിലേക്ക് IV ഫ്ലൂയിഡ്സുകൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാണ്ട് വാസോപ്രസേഴ്സ് എന്ന് പറഞ്ഞാല് മെഡിക്കേഷൻ ആണ്. മെഡിക്കേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്താ പറയാ, റീസ്റ്റോർ ദ ബ്ലഡ് പ്രഷർ. ഓക്കെ, ബ്ലഡിന്റെ പ്രഷർ ഉണ്ടല്ലോ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് എന്ത്, വാസോപ്രസർ എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഷോക്ക് അടിക്കുന്ന സമയത്ത് ബ്ലഡ് തിക്ക് ആവുമല്ലോ, തിക്ക് ആവുമ്പോൾ ബ്ലഡിന്റെ ഫ്ലോ കുറയും, ഓക്കെ, സർക്കുലേഷൻ കുറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലഡ് പ്രഷർ കൂട്ടണം എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസലിന് കുറെ കൂടെ കൺസ്ട്രിക്ട് ചെയ്തിട്ട് ചുരുക്കിയിട്ട് അതിലൂടെയുള്ള ആ ബ്ലഡിന്റെ ഫ്ലോ അല്ലെങ്കിൽ ആ ബ്ലഡ് പ്രഷർ നമുക്ക് കൂട്ടണം. പ്രഷർ കൂട്ടുമ്പോൾ നല്ല ഫ്ലോയില് ബ്ലഡ് ഒഴുകൂലേ, അപ്പൊ ആ ബ്ലഡ് പ്രഷർ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. വാസോപ്രസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഡിക്കേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ബ്ലഡ് പ്രഷർ കേട്ടോ. ബ്ലഡ് പ്രഷർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ ഒന്ന് ചുരുക്കിയിട്ട് അതിലൂടെയുള്ള ബ്ലഡിന്റെ ആ ഒരു പ്രഷർ കൂട്ടാനാണ്. അപ്പൊ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഫ്ലോ കൂടും, സർക്കുലേഷൻ കൂടും. അപ്പൊ പ്രത്യേകിച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് എന്താ പറയാ, IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് പോലുള്ള മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ആവശ്യം വരും, കാനോല ആവശ്യമായിട്ട് വരും അല്ലെ. ഓക്കെ, അത് കൂടാതെ അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പ്ലാന്റ്. പിന്നെ നമുക്കറിയാം സിവിയർ ബ്ലഡ് ലോസ് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ്, തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് ക്രോസ് മാച്ച് ചെയ്ത് അവർക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അതും അതിനോടൊപ്പം തന്നെ നമ്മൾ കരുതിയിരിക്കണം. കാരണം അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് ദാറ്റ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സിവിയർ ബ്ലഡ് ലോസ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അവർക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡിന്റെ അവൈലബിലിറ്റിയും അവിടെ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ സർക്കുലേഷൻ സംബന്ധമായ കാര്യം മനസ്സിലായല്ലോ. അതായത് രണ്ട് വലിയ ഉല്ലാസമുള്ള രണ്ട് ഇൻട്രാവെനസ് കാനുലാസ് ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാനുലാസ് ഉപയോഗിക്കുന്നത്, മരുന്നുകള് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഹെമറേജ് ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ബ്ലീഡിങ് നമ്മൾ റെഗുലേറ്റ് ചെയ്തിരിക്കണം, ഫർദർ ബ്ലഡ് ലോസ് വരാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഷോക്ക് അടിച്ചൊരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് IV ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡും നമ്മൾ അതിന്റെ അവൈലബിലിറ്റിയും അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് സർക്കുലേഷൻ സംബന്ധമായിട്ട് നമ്മൾ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് D ആണ്. ABC കഴിഞ്ഞു കേട്ടോ. ഇത് D ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസേബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് കേട്ടോ. ഡിസേബിലിറ്റി അഥവാ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഡിസേബിലിറ്റി എന്ന് വെച്ചാൽ വൈകല്യം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂറോ സംബന്ധമായിട്ട് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ്. അപ്പൊ ന്യൂറോ സംബന്ധമായ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. The patients with the head injury should have their Glasgow Coma scale adequately monitored and recorded in the document before and in the course of transfer. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണ്, GCS കേട്ടോ. ആദ്യം തന്നെ GCSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. എന്താണ് GCS? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആണ് കേട്ടോ. അതായത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അഥവാ GCS. ഇനി എന്താണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാല്? അതൊരു ന്യൂറോളജിക്കൽ സ്കെയിൽ ആണ് കേട്ടോ.
അതൊരു ന്യൂറോളജിക്കൽ സ്കെയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ ഒരു പേഷ്യന്റിന്റെ കോൺഷ്യസ്നെസ്, അതുപോലെ അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസുകളുണ്ട്, അത് മെഷർ ചെയ്യാനായിട്ട്, അത് എന്താ പറയാ, ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ സ്കെയിൽ. അതൊരു ന്യൂറോളജിക്കൽ സ്കെയിലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ന്യൂറോളജിക്കൽ സ്കെയില് അത് ഉപയോഗിക്കുന്നത് to access the person's level of consciousness and neurological functions ആണ് കേട്ടോ, പെർട്ടിക്കുലർലി ആഫ്റ്റർ ഹെഡ് ഇഞ്ചുറി. അതായത് ഇപ്പോ ഗുരുതരമായിട്ട് തലയ്ക്കൊക്കെ പരിക്കേറ്റിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കോൺഷ്യസ്നെസ്, അവരുടെ ബോധാവസ്ഥ, അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസുകൾ, അതൊക്കെ കൃത്യമായിട്ട്, അതിന്റെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവരുടെ കോൺഷ്യസ്നെസ്സും ന്യൂറോളജിക്കൽ ഫങ്ഷൻസും എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യണം. ആൻഡ് റെക്കോർഡഡ് ഇൻ ഡോക്യുമെന്റ്, അത് കൃത്യമായിട്ട് അവരുടെ ഡോക്യുമെന്റില്, മെഡിക്കൽ റെക്കോർഡിനകത്ത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. എപ്പോഴൊക്കെയാണ്? ബിഫോർ ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഇങ്ങനെയുള്ള രോഗികളുടെ കോൺഷ്യസ്നെസ്സും ന്യൂറോളജിക്കൽ ഫങ്ഷൻസുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. എന്താണ് രഞ്ഷിത? ആ സെന്റൻസ് ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേക്ക. The patients with a head injury should have their Glasgow coma scale adequately monitored and recorded in document before and in the course of transfer. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, GCS. നിങ്ങളോട് ചിലപ്പോൾ GCSന്റെ ഫുൾ ഫോം ചോദിക്കാം. അതെന്താണ് സംഭവം? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നാണ് കേട്ടോ. അതെന്താണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ? അതൊരു ന്യൂറോളജിക്കൽ സ്കെയിലാണ്. എന്താണ്? ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരു പേഷ്യന്റിന്റെ കോൺഷ്യസ്നെസ്, അവരുടെ ബോധാവസ്ഥ, അതുപോലെ തന്നെ അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻ, നാഡീ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള്, അതിനെ മെഷർ ചെയ്യാനായിട്ട്, അതിന്റെ ലെവലുകൾ കൃത്യമായിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, തലക്കേറ്റ് എന്തെങ്കിലും പരിക്ക് സംഭവിച്ചു കഴിഞ്ഞാല്, ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചാൽ നമ്മള് കാര്യം പ്രശ്നമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ച രോഗികളുടെ കോൺഷ്യസ്നെസ്, അവരുടെ ബോധാവസ്ഥയും അവരുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സ്കെയില്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനെയാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുപോലെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപും അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് ഓർ പാരലൈറ്റിക് ഏജന്റ്, അതുപോലെ നമ്മൾ രോഗികൾക്ക് എന്തെങ്കിലും സെഡേറ്റീവ്സ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരാലൈറ്റിക് ഏജന്റ്, ഇപ്പൊ അവരെ തളർത്തുന്ന തരത്തിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മരുന്നുകൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിച്ച് അവരുടെ കോൺഷ്യസ്നെസ്സും അവരുടെ നിലവിലുള്ള ന്യൂറോളജിക്കൽ ആക്ടിവിറ്റികളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്തിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനാണ് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. The patients with a head injury should have their Glasgow coma scale GCS adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. These sedatives ഒക്കെ കൊടുക്കില്ല ഇവരെ മയക്കാനായിട്ടൊക്കെ. അങ്ങനെ sedatives അല്ലെങ്കിൽ paralytic agents ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരുടെ നിലവിലുള്ള അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ന്യൂറോളജിക്കൽ ഫങ്ഷൻ എത്രത്തോളം ഉണ്ട്, അത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്നത്. ട്രാൻസ്ഫർ, സ്റ്റെറിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷനിൽ വരുന്നത്. ABCD ക്ലിയർ ആയോ? A ഫോർ എയർവേ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം, B ഫോർ ബ്രീത്തിങ്, C ഫോർ സർക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആൻഡ് D ഫോർ ഡിസേബിലിറ്റി അഥവാ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ അടുത്ത എന്താ പറയുന്നത്? The patient should be protected from the cold by providing suitable blankets apart from the above pre-transfer checklist. അപ്പൊ
അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ABCD ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനു പുറമെ ഈ പേഷ്യന്റിനെ തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റുകളും മറ്റുമൊക്കെ കരുതണമെന്നാണ് പറയുന്നത് കേട്ടോ. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുകൂടാതെ on the day transfer itself, all the basic investigation should be performed to reflect the present condition of the patient. അതുകൂടാതെ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പരിശോധനകളും കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, എന്നാണ് അവിടെ പറയേണ്ടത്. പരമാവധി ഇന്നാണ് അവര് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അന്ന് തന്നെ ഈ പറയുന്ന എല്ലാ ബേസിക്, ഈ പറയുന്ന ABCD നമ്മൾ പറഞ്ഞ ഈ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, നടത്തിയിരിക്കണം. നടത്തിയ മാത്രം പോലെ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? രണ്ടാമത്തെ ഓക്കെ അല്ലേ? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എലമെന്റിലോട്ട് പോവാം കേട്ടോ. മൂന്നാമത്തെ എലമെന്റ് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ഇത് എളുപ്പമാണ് കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്ഫർ, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, എങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അത് നമുക്കറിയാലോ, രണ്ട് തരത്തിലാണ്. ഒന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്, മറ്റൊന്ന് എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. നമുക്കത് വായിക്കാം. The two most commonly employed methods of transfer of patients are ground transport by including ambulances and mobile intensive care unit. Okay, ground transport അറിയാലോ, സാധാരണ നമ്മുടെ ആംബുലൻസിൽ നമുക്ക് രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതുകൂടാതെ എയർ ട്രാൻസ്പോർട്ട് അല്ലെ, ദാറ്റ് ഇൻക്ലൂഡിംഗ് ഹെലികോപ്റ്റർ ഓർ എയ്റോപ്ലെയിൻ ആംബുലൻസസ്. ഹെലികോപ്റ്റർ എയ്റോപ്ലെയിൻ സംവിധാനങ്ങളുടെ വഴി പേഷ്യന്റിനെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോ അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം നിങ്ങൾ ആംബുലൻസ് സർവീസസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. പലതരത്തിലുള്ള ആംബുലൻസ് സർവീസിൽ നമ്മൾ പഠിച്ചില്ലേ, ABCD അല്ലെ, 4 ടൈപ്പ് ആംബുലൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, രണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്, മൂന്ന് വന്നിട്ട് MIC അതായത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആംബുലൻസ്. ഓക്കെ, ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, MIC. ഓരോന്ന് എന്താന്ന് നോക്കാം. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താണ്? പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. എന്താണ്? These ambulances are conditioned with the adequate staff and monitoring devices to shift the patient without life-threatening conditions, and these can only provide basic life support service. അപ്പൊ അവിടെ നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. These ambulances are conditioned with the adequate staff and monitoring devices to shift the patient without life-threatening condition. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ജീവന ഭീഷണിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത രോഗികൾ കേട്ടോ, അത്ര വലിയ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട സ്റ്റാഫുകളും അതുപോലെ തന്നെ മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഒക്കെ സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വലിയ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഒന്നുമുള്ള പേഷ്യന്റിനെ എല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് സ്റ്റാഫുകൾ ഉണ്ടാവും, അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഡിവൈസ് ഒക്കെ സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസുകൾ. അതിനെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? These can only provide basic life support services. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജീവരക്ഷാ സേവനങ്ങൾ മാത്രമേ ഇത്തരം ആംബുലൻസിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിന് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായ കാര്യമാണ്. ആംബുലൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക അല്ലെ. Okay, these ambulances can provide modern life support services like endotracheal intubation. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ABCD എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞില്ലേ, അതൊക്കെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലെ. അങ്ങനെയുള്ള എല്ലാ എന്താ പറയുക സംവിധാനങ്ങളും ഈ ഒരു ആംബുലൻസിനകത്ത് ഉണ്ടാവും. നോക്കി എന്തൊക്കെയാണ്? എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എന്റെ മാനേജ്മെന്റിനായിട്ട് ചിലപ്പോൾ നമുക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ സൗകര്യങ്ങള്, കാർഡിയാക് മോണിറ്ററിംഗ് അല്ലെ, കാർഡിയക് മോണിറ്ററിംഗ് സംവിധാനങ്ങള്,
ഡീഫിബ്രിലേഷൻ അല്ലെ, നമുക്കറിയാലോ. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിന്റെ ആ ഒരു സ്പന്ദനത്തിന് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനം അല്ലെ, ഡീഫിബ്രിലേഷൻ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ്, നേരത്തെ പറഞ്ഞില്ല ഐവി ഫ്ലൂയിഡിനൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പുകള്, ഓർ വാസോപ്രസേഴ്സ് അല്ലെ, മെഡിസിൻസുകള്, ഇതൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ സജ്ജമായിട്ടുള്ള ആംബുലൻസ് ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, these are adequately staffed and made ready for the shifting patients with the life threatening conditions. ഉണ്ടാവും അത്രയും ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഉള്ള ചെയ്തത് എന്താണ്, ഭീഷണിയുള്ള രോഗികൾ, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്റ്റാഫുകളും അതുപോലെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ആംബുലൻസ് ആണ് ഇത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഒരു ആംബുലൻസിനകത്ത് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്, MIC. ഓക്കെ, MIC എന്ന് പറഞ്ഞാൽ എന്താണ്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വെഹിക്കിൾസ് തന്നെയാണ്. നോക്കിയേ, these are the specialized vehicles with all the equipment and staff to transfer patients who are critically ill. അപ്പൊ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ്, നമ്മൾ ഈ ടൈപ്പ് ഡി പോലെയുള്ള ആംബുലൻസ് ഇല്ലേ, ഡി ടൈപ്പ് ആംബുലൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആംബുലൻസുകളാണ് കേട്ടോ. അത്രയും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സന്നാഹങ്ങളും, സ്റ്റാഫുകളായിക്കോട്ടെ എക്യുപ്മെന്റ്സുകളായിക്കോട്ടെ, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് വെഹിക്കിളിനെയാണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. And are usually used in combination with the specialist retrieval teams in few developed countries. അപ്പൊ കൂടുതലും നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വളരെ സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീമുകൾ, റിട്രീവൽ ടീം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ട്രെയിനഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീമുകളോടൊപ്പം തന്നെ ഇത്തരം എന്താ പറയുക സംവിധാനങ്ങള് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ വികസിത രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് എയർ ട്രാൻസ്പോർട്ട് കേട്ടോ. എയർ ട്രാൻസ്പോർട്ട് എന്താണ്? ഓക്കെ, the use of air transport has been increasing in developed countries because of the advantage of swift transport by including specialized medical care. അല്ലെ, ഏറ്റവും സൗകര്യമുള്ള ഏതാണ് അല്ലെ, എയർ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? വളരെ വേഗത്തിൽ നമുക്ക് പേഷ്യന്റിനെ എത്തിക്കാൻ പറ്റും അല്ലെ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിനേക്കാൾ ഈസി അല്ലേ, സേഫ് ആണ്, ഈസി ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ ട്രാൻസ്പോർട്ട് ആണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അല്ലെ. വളരെ സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതും ഇങ്ങനെ ഇൻക്ലൂഡിങ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ, എല്ലാ മെഡിക്കൽ കെയറുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, there has been an improved prognosis of patients with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. വേറൊന്നുമല്ല പറയുന്നത്, നമുക്ക് ഈ എയർ ട്രാൻസ്പോർട്ട് വഴി വളരെ സിവിയർ കണ്ടീഷനുള്ള പേഷ്യൻസ് ഇല്ലേ, ഈ പറയുന്ന പോലെ ട്രോമ പേഷ്യൻസ്, അതുപോലെ സിവിയർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ഭയങ്കര കാർഡിയക് അറസ്റ്റ് ഒക്കെ പോലെ സിവിയർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസ്, സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ അവരുടെ ലൈഫൊക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് ഏത് വഴി സാധിച്ചിട്ടുണ്ട്, എയർ ട്രാൻസ്പോർട്ട് വഴി സാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് രോഗിയെ നമുക്ക് എത്തിക്കാൻ പറ്റും. എത്തിച്ച് അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുത്തിട്ട് അവരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് എയർ ട്രാൻസ്പോർട്ട് ആണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, the patients who are more likely to get benefit from the air transport ആണ് കേട്ടോ. അതായത് ഈ എയർ ട്രാൻസ്പോർട്ടിലൂടെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് പേഷ്യൻസിന് ലഭിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, എയർ ട്രാൻസ്പോർട്ട് ആണ് കുറെ കൂടെ സേഫ് ആണ്, സ്വിഫ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ എയർ ട്രാൻസ്പോർട്ട് വഴി എന്തൊക്കെ ബെനിഫിറ്റുകളാണ് പേഷ്യൻസിന് ലഭിക്കുന്നത് കേട്ടോ. അതവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, the patients with severe trauma like penetrating chest injuries, multi-system injuries, crush injuries, or patients with an unstable vital signs. അപ്പൊ
അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് എയർ ട്രാൻസ്പോർട്ട്. അതായത് സിവിയർ ട്രോമ അല്ലെ, ഭയങ്കര ഗുരുതരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള പേഷ്യൻസുകള്, അതുപോലെ പെരിട്രേറ്റിക് ചെസ്റ്റ് ഇഞ്ചുറീസ്. അത് ഇങ്ങനെ ഈ ആക്സിഡന്റ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ റിബ്സുകൾ, നമ്മുടെ നാലേലുകളൊക്കെ പൊട്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ലങ്സിലോട്ടും ഹാർട്ടിലേക്കൊക്കെ തുളഞ്ഞു കയറുന്ന കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ മരണപ്പെടുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസുകള്, അതുപോലെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, അതായത് ഒന്നിൽ കൂടുതൽ ഓർഗൻ സിസ്റ്റംസുകളൊക്കെ തകരാറിലായിട്ടുള്ള പേഷ്യൻസുകള്, ക്രഷ് ഇഞ്ചുറീസ്, അതായത് ഈ കംപ്രഷൻ മൂലം വരുന്ന ഇഞ്ചുറീസുകള്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ്, അതായത് ഭയങ്കര വൈറ്റൽ സൈൻസ് വെച്ച് പ്രഷർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ സാച്ചുറേഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള വാരിയേഷൻസ് ഒക്കെ വന്ന് എന്താ പറയാ പെട്ടെന്ന് മരണ സാധ്യതയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എയർ ട്രാൻസ്പോർട്ട് വളരെയധികം ബെനിഫിറ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ്. രണ്ടാമത് പറയുന്നത് എന്താണെന്നറിയോ, ദ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ, കാർഡിയാക് ടാംപനേഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്, കാർഡിയോജനിക് ഷോക്ക്, ഇൻഫീരിയർ ഓഫ് ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് ഓർ അതർ അസിസ്റ്റ് ഡിവൈസസ്. അവിടെ മുഴുവനും പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ്, ഹൃദ്രോഗികളുണ്ടല്ലോ. അപ്പൊ പല വിധത്തിലുള്ള പല കണ്ടീഷനിലുള്ള ഹൃദ്രോഗികളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എയർ ട്രാൻസ്പോർട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇവിടെ പറയുന്നുണ്ട് അക്യൂട്ട് കൊറോണറി സിൻഡ്രം. നമ്മൾ കാഡിനെ പറ്റി പഠിച്ചത് ഓർമ്മയില്ലല്ലോ, കൊറോണറി ആർട്ടറി സിൻഡ്രം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെ അക്യൂട്ട് ആയിട്ട് കൊറോണറി സിൻഡ്രംസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയറുകൾ നടത്തേണ്ടതായിട്ട് വരും. റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ സ്റ്റെന്റ് വെക്കുക, ഇങ്ങനെയുള്ള എന്താ പറയാ ബ്ലോക്ക് ഒക്കെ മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രൊസീജിയറുകളിൽ അതിനെയാണ് നമ്മൾ റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. ബൈപ്പാസ് സർജറികൾ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റെന്റ് വെക്കുക, അതൊക്കെ സർജറിയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയറുകൾ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്. പിന്നെ എന്താണ് പറയുന്നത്, കാർഡിയാക് ടാംപനേഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. ഒട്ടും പരിചയമില്ലാത്ത കാര്യങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. കാർഡിയാക് ടാംപനേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കാർഡിയാക് ടാംപനേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ, ഹാർട്ട്, അതിന് കവർ ചെയ്യുന്നൊരു മെംബ്രെയിൻ ഉണ്ട്, പെരികാർഡിയം എന്ന് പറയും. ഓക്കെ, പെരികാർഡിയം. ഈ പെരികാർഡിയം എന്ന് പറഞ്ഞ ഒരു ആവരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ശ്വാസകോശത്തിന് കവർ ചെയ്യുന്ന, ലങ്സിന് കവർ ചെയ്യുന്ന ആവരണമാണ് പ്ലൂറ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലൂറയ്ക്കകത്ത് എയർ കയറുമ്പോ അത് ലങ്സ് കംപ്രസ് ആയിട്ട് അത് കൊളാപ്സ് ആവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കാർഡിയാക് ടാംപനേഡ്, അതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ ഹൃദയമാണെന്ന് മാത്രം. അതായത് ഹാർട്ടിന് കവർ ചെയ്യുന്നൊരു മെംബ്രെയിൻ ഉണ്ട്, പെരികാർഡിയം എന്നാണ് പറയുക. ഈ പെരികാർഡിയത്തിനകത്തേക്ക് ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിട്ട്, ഓക്കെ, ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞ് അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് ഹൃദയത്തിന് കംപ്രഷൻ വരും. കാരണം അതിന് പുറത്തുള്ള ആവരണത്തിൽ മുഴുവൻ ഇങ്ങനെ ഫ്ലൂയിഡ് കയറി ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യുന്നതോറും ഹാർട്ടിലേക്ക് എന്ത് സംഭവിക്കും, ഹാർട്ടിലേക്ക് ആ പ്രഷർ വരില്ലേ, ഹാർട്ട് ഇങ്ങനെ കംപ്രസ് ആവും അല്ലെ. ഓക്കെ, അങ്ങനെ ഹാർട്ട് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ടിന് ഇഫക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ പമ്പിങ് ഓർഗൻ ആണല്ലോ ഹാർട്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഹാർട്ടിന് ഇഫക്റ്റീവ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ബ്ലഡ് പമ്പ് ചെയ്തിന് എന്ത് സംഭവിക്കും, ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നാൽ എന്ത് സംഭവിക്കും, ആള് മരിക്കും അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കാർഡിയാക് ടാംപനേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിനെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, പെരികാർഡിയം. അതിനകത്തേക്ക് ഫ്ലൂയിഡ് നിറഞ്ഞ് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കംപ്രഷൻ വരികയും ഹൃദയത്തിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബ്ലഡിനെ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് കാർഡിയാക് ടാംപനേഡ് എന്ന് പറയുന്നത്. വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. ഹീമോഡൈനാമിക് കോംപ്രമൈസ് ഇതേ സംഭവം തന്നെയാണ്. അതായത് ഇങ്ങനെ കംപ്രഷൻ വരുമ്പോ സ്വാഭാവികമായിട്ടും ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല, പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇംപെയർഡ് ആകും അല്ലെ. ഇംപെയർഡ് ആവുകയും ബ്ലഡ് ഫ്ലോ കുറയും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ കുറയും, രോഗി അബോധാവസ്ഥയിലാവും, സ്വാഭാവികമായിട്ട് അവർക്ക് മരണം സംഭവിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്
കാർഡിയക് ടാമ്പറൈഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. അതുപോലെ തന്നെ കാർഡിയോജനിക് ഷോക്ക് ഇൻ നീഡ് ഓഫ് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് ഓർ അതർ അസിസ്റ്റഡ് ഡിവൈസസ് ആണ് കേട്ടോ. അതായത് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഡിയക് അറസ്റ്റ് പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. ഓക്കെ, അത്തരം അവസ്ഥയൊക്കെയുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇൻ നീഡ് ഓഫ് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ്. ഇത് പറയാ IABP എന്നാണ് പറയാം, IABP എന്നാണ് പറയാം, ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ്. അതൊരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയോ? ഹാർട്ടിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പുകളൊക്കെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ആവശ്യമായിട്ട് വരും. ഓർ അതർ അസിസ്റ്റ് ഡിവൈസസ്, അല്ലെങ്കിൽ നമുക്ക് ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹാർട്ടിനെ സ്വയം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്തരത്തില് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് പോലുള്ള അസിസ്റ്റിംഗ് ഡിവൈസസുകള്, അസിസ്റ്റിംഗ് ഉപകരണങ്ങള് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗികളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് ആണ്. പെട്ടെന്ന് നമുക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിക്കും, കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം in crucial need of revascularization procedure, അതുപോലെ cardiac tamponade with hemodynamic compromise, cardiogenic shock in need of intra-aortic balloon pump or other assisted devices. Okay, clear ആണല്ലോ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് എയർ ട്രാൻസ്പോർട്ട് ആണ് ഏറ്റവും നല്ലത്. പിന്നെ പറയുന്നത് എന്താണ്? The patients due to receive organ transplant, അതുപോലെ ഈ ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ അങ്ങനെയുള്ളവർ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് എന്താണ്? എയർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് പറ്റും, പക്ഷെ കുറെ കൂടെ നല്ലത് ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് ആണ്. നമ്മളെ സംബന്ധിച്ച് അത്തരം രോഗികൾ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ചില ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ചിലപ്പോൾ കുറച്ച് മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാനെ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ് കേട്ടോ. ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈ റിസ്ക് മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഏറ്റവും നല്ലത് ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. എയർ ട്രാൻസ്പോർട്ട് വഴി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ്, എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എയർ ട്രാൻസ്പോർട്ട് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ എത്രാമത്തെ കമ്പോണന്റ് കഴിഞ്ഞു? മൂന്നാമത്തെ എലമെന്റ് കഴിഞ്ഞു കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും കഴിയും. അതിനെന്താ? ആ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് 3 ആംബുലൻസുകൾ പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് നാലാമത്തെ എലമെന്റ് ആണ്. നാലാമത്തെ എലമെന്റ് എന്താണ്? അക്കംപനിയിങ് ദ പേഷ്യന്റ് കേട്ടോ. എന്താണ്? അക്കംപനിയിങ് ദ പേഷ്യന്റ്. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണലിയോ അല്ലെങ്കിൽ സ്റ്റാഫുകളെ നമ്മൾ എത്തേണ്ടി വരും, അവരുടെ കൂടെ നമ്മൾ അക്കംപനി ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ വിടണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോർമലി സജസ്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 പ്രൊഫഷണൽ പേഴ്സണൽ. അതൊന്ന് മാർക്ക് ചെയ്തു കേട്ടോ. അറ്റ്ലീസ്റ്റ് എത്ര പേരുണ്ടാവുന്ന പറയുന്നത്? 2 പേരെങ്കിലും ഉണ്ടാവണം കേട്ടോ. 2 പ്രൊഫഷണൽ പേഴ്സണൽ, അതായത് 2 ആളുകൾ എന്ന് പറഞ്ഞാൽ 2 എന്താ പറയാ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ എന്ത് ചെയ്തിരിക്കണം? അക്കംപനിയിങ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ് കേട്ടോ. ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യന്റിന്റെ ഒപ്പം അവരുടെ കൂടെ അക്കംപനി ചെയ്യേണ്ടതുണ്ട്. എത്ര സ്റ്റാഫുകളാണ് അവർ പറയുന്നത്? 2 കേട്ടോ. 2 പ്രൊഫഷണൽ സ്റ്റാഫുകൾ. ഓക്കെ, ഇനി നോക്കാം. The care needed by each patient in the course of transfer that relies on the level of patient's critical care dependency and correspondingly are divided into. ഇതാണ് പറയുന്നത്. ഇനി എങ്ങനെയുള്ള ഈ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ പേഷ്യന്റിന്റെ കൂടെ അക്കംപനി ചെയ്യേണ്ട സ്റ്റാഫുകള് അത് ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? ലെവൽ ഓഫ് ദ പേഷ്യന്റ് ക്രിട്ടിക്കൽ കെയർ ഡിപെൻഡൻസി. അവർക്ക് എങ്ങനെയുള്ള പരിചരണമാണ് ആവശ്യമായിട്ടുള്ളത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ കൂടെ ആളുകളെ വിടുന്നത്.
നമ്മൾ 2 സ്റ്റാഫുകളെ വിടണമെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള സ്റ്റാഫുകളെ വിടണം എന്ന് തീരുമാനിക്കുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? അവർക്ക് ഏത് തരത്തിലുള്ള ഏത് ലെവൽ ഓഫ് കെയർ ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ചിലവർക്ക് വലിയ കെയർ ആവശ്യമായിട്ട് വരില്ല. അതേസമയം ചില പേഷ്യൻസിന് നല്ല കെയർ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അവരുടെ ലെവൽ ഓഫ് കെയർ എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ് സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ അവരുടെ കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് നമ്മള് പ്രധാനമായിട്ടും 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ കാറ്റഗറി തന്നിട്ട് അവരുടെ കൂടെ കമ്പനി ചെയ്യേണ്ട സ്റ്റാഫുകൾ ആരാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ഏത് ലെവലാണ്? അപ്പൊ ഈ 4 ലെവലുകളാണ് കേട്ടോ. 4 ലെവൽ എന്ന് പറയുന്നത് 0 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. 1 തൊട്ടല്ല കൗണ്ട് ചെയ്യുന്നത്, 0 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പൊ 4 ലെവലാണ്. 4 ലെവൽ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എണ്ണില്ല കേട്ടോ. 1 നമ്മൾ എടുക്കുന്നില്ല, 1 എടുക്കുന്നുണ്ട്. നമ്മൾ 0 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ലെവൽ 0, 1, 2, 3. അപ്പൊ ലെവൽ 3 വരെ ഉള്ളൂ കേട്ടോ. ലെവൽ 4 ചിലപ്പോൾ ലെവൽ 4 വരെ എടുത്ത് ചിന്തിക്കരുത്. 0 കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ലെവൽ 0 ആണ് കേട്ടോ. 0 ലെവൽ പേഷ്യന്റ്. അപ്പൊ ഓരോ ലെവലില് എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്, അതുപോലെ ആ പേഷ്യന്റിന്റെ കൂടെ ആരാണ് കമ്പനി ചെയ്യുന്നത്, അതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, ഓരോ ലെവലില് എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്, അവരുടെ കൂടെ എങ്ങനെയുള്ള സ്റ്റാഫുകളാണ് കമ്പനി ചെയ്യുന്നത്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ലെവൽ 0. ലെവൽ 0ന്റെ പ്രത്യേകത എന്താ അറിയോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് who can be managed at the ward level in a hospital and are normally not needed to be accompanied by any specialized personnel. Simple ആണ്. ലെവൽ 0 ആണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു വാർഡ് ലെവലിലൊക്കെ എന്താ പറയാ പരിചരണങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ഒന്നും ഉള്ള പേഷ്യൻസ് അല്ല. ഓക്കെ, അപ്പൊ സാധാരണ ഒരു വാർഡ് ലെവൽ പരിചരണങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ലെവൽ 0 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യന്റിന്റെ കൂടെ ആരും തന്നെ കമ്പനി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് നോർമലി നോട്ട് നീഡഡ് ടു ബി അക്കമ്പനീഡ് ബൈ എനി സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ. കണ്ടോ, അങ്ങനെയുള്ള ലെവൽ 0 പേഷ്യൻസിന്റെ കൂടെ ആരും തന്നെ കമ്പനി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? പഠിച്ചോ? ലെവൽ 0 എന്ന് പറയുമ്പോൾ വാർഡ് ലെവലിലുള്ള ഈ വാർഡ് ലെവലില് പരിചരണങ്ങൾ കൊടുക്കേണ്ട പേഷ്യൻസ് ആണ്. അവരുടെ കൂടെ ആരും കമ്പനി ചെയ്യേണ്ടത്. രണ്ടാമത്തത് ലെവൽ 1 ആണ്. ഓക്കെ, ലെവൽ 1 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് who are at deteriorating condition in the course of the transfer but can be managed in an acute ward setting by the support of a critical care team. അപ്പൊ ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ സ്ഥിതി വഷളാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യന്റ്. ഓക്കെ, അതായത് നിലവിൽ കുഴപ്പമില്ല, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിറ്റീരിയോറേറ്റ് ചെയ്യാം, വഷളാവാം അല്ലെങ്കിൽ മോശമാവാൻ സാധ്യതയുള്ള പേഷ്യൻസ്. എങ്കിലും അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ കൂടിയും they can be managed in an acute ward setting. പക്ഷെ ഒരു വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു വാർഡ് സെറ്റിംഗ്സിൽ ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഇത്തരം രോഗികളെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ലെവൽ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു വാക്കിന്റെ വ്യത്യാസമുള്ളൂ. ലെവൽ 0 എന്ന് പറയുന്നത് വെറും വാർഡ് ലെവലിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ലെവൽ 1 എന്ന് പറയുമ്പോൾ അക്യൂട്ട് വാർഡ് സെറ്റിംഗ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ക്രിട്ടിക്കൽ കെയർ ടീം. കണ്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കുറെ കൂടെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു വാർഡ് സെറ്റിംഗില് ഒരു ക്രിട്ടിക്കൽ ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഇവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് ലെവൽ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ആരെയാണ് കമ്പനി ചെയ്യേണ്ടത്. അടുത്ത നോക്കി, ദീസ് യൂഷ്വലി ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ പാരാമെഡിക് ആൻഡ് എ ട്രെയിൻഡ് നഴ്സ് എന്നാണ് കേട്ടോ. പാരാമെഡിക് ആൻഡ് എന്നാണ് കേട്ടോ. പാരാമെഡിക് ആൻഡ് എ ട്രെയിൻഡ് നഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ കൂടെ ആരെയാണ് കമ്പനി ചെയ്യേണ്ടത്? ഒരു പാരാമെഡിക് സ്റ്റാഫിനെയും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിനെയുമാണ് ഇങ്ങനെയുള്ള പേഷ്യന്റിന്റെ കൂടെ കമ്പനി ചെയ്യുന്നത്. ആരൊക്കെയാണ്? പാരാമെഡിക്കും അതുപോലെ ഒരു ട്രെയിൻഡ് നഴ്സ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ലെവൽ 1 പേഷ്യൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് ലെവൽ 2 ആണ് കേട്ടോ.
ലെവൽ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് നോക്കിയേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് who are in need of observation or intervention for the failure of a single organ system. Single failure of a single organ system. Underline ചെയ്ത് വെക്കാം ട്ടോ. Failure of a single organ system and have to be accompanied by trained and proficient person. കണ്ടോ? അപ്പൊ ലെവൽ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഏതെങ്കിലും ഒരു സിംഗിൾ ഓർഗൻ സിസ്റ്റം, അതായത് ഏതെങ്കിലും ഒരു അവയവ വ്യവസ്ഥകള് തകരാറിലായിട്ടുള്ള പേഷ്യൻസ്. ചിലപ്പോൾ ഹൃദയ സംബന്ധമായിട്ടാവാം, ചിലപ്പോൾ കിഡ്നി സംബന്ധമായിട്ടാവാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഒരു അബ്ഡോമിനൽ റിലേറ്റഡ് ആവാം. ഏതെങ്കിലും ഒരു സിംഗിൾ ആയിട്ട് ഏതെങ്കിലും ഒരു അവയവ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓർഗൻ സിസ്റ്റം തകരാറിലായിട്ടുള്ള പേഷ്യൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്കൊരു ക്ലോസ് മോണിറ്ററിംഗ് ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമായിട്ട് വരും. അവരെയാണ് നമ്മൾ ലെവൽ 2 പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ നമ്മൾ ആരെയാണ് അക്കമ്പനി ചെയ്യേണ്ടത്? അക്കമ്പനീഡ് ബൈ ദ ട്രെയിനഡ് ആൻഡ് പ്രൊഫിഷ്യന്റ് പേഴ്സണൽ. അങ്ങനെ പറയുന്നുള്ളൂ. വളരെ ട്രെയിനഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള, വളരെ കഴിവുള്ള ഒരു പേഴ്സണൽ, ഒരു മെഡിക്കൽ സ്റ്റാഫ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മെഡിക്കൽ പേഴ്സണൽ മീൻസ് സ്റ്റാഫ്. ഒരു മെഡിക്കൽ സ്റ്റാഫിനെ തന്നെയാണ് അങ്ങനെയുള്ളവരുടെ കൂടെ എന്ത് ചെയ്യേണ്ടത്? അക്കമ്പനി ചെയ്യുന്നത്. അപ്പൊ ട്രെയിനഡ് ആൻഡ് പ്രൊഫിഷ്യന്റ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ മിക്കവാറും ആരായിരിക്കും? ഒരു ഡോക്ടർ ആയിരിക്കും അല്ലെ? എന്തായിരിക്കും? ഒരു ഡോക്ടർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ട്രെയിനഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നത് ഡോക്ടർ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അക്കമ്പനി ചെയ്ത് വിടുന്നത്. ലെവൽ 2 പേഷ്യൻസ് കേട്ടോ. സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ്. അടുത്തത് ലെവൽ 3 ആണ്. ലെവൽ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ during the transport with the support of at least 2 failing organ systems. ഉണ്ടാവും. രണ്ടിൽ കൂടുതൽ അല്ല, ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ 2 ഓർഗൻ സിസ്റ്റംസുകളൊക്കെ തകരാറിലായിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ എന്താണ് ഓർഗൻ സിസ്റ്റംസ് ഒക്കെ തകരാറിലായിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അവരെയാണ് നമ്മൾ ലെവൽ 3 പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കാം. അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് at least 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റംസ്. 2 ഓർഗൻ സിസ്റ്റംസുകളൊക്കെ തകരാറിലായിട്ടുള്ള പേഷ്യൻസും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അവരെയാണ് നമ്മൾ ലെവൽ 3 പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ നമ്മൾ ആരെയാണ് അക്കമ്പനി ചെയ്യേണ്ടത് നോക്കി. These patients must be accompanied by a competent doctor along with a nurse and a paramedic staff. അപ്പൊ 3 പേരെയാണ് അവരുടെ കൂടെ അക്കമ്പനി ചെയ്യുന്നത്. ഒന്നൊരു ഡോക്ടർ, കോമ്പീറ്റന്റ് ഡോക്ടർ, ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം. along with a nurse, ഒരു ട്രെയിനഡ് നഴ്സ് ഉണ്ടായിരിക്കണം. പ്ലസ് ആരും കൂടെ ഉണ്ടായിരിക്കണം? പാരാമെഡിക് സ്റ്റാഫും കൂടെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? 4 ലെവലുകള് നമ്മൾ 0 എന്നാണ് കേട്ടോ കൗണ്ട് ചെയ്യണേ. 0 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് ലെവൽ പരിചരണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അവരുടെ കൂടെ ആരും അക്കമ്പനി ചെയ്യേണ്ട ആവശ്യമില്ല. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്ഥിതി വഷളാവാൻ സാധ്യതയുള്ള പേഷ്യന്റ്, പക്ഷെ അവർക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ സപ്പോർട്ടോടുകൂടി ഒരു അക്യൂട്ട് വാർഡ് സെറ്റിംഗ്സ് നമുക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ലെവൽ 1 പേഷ്യന്റ്. അവരുടെ കൂടെ ആരെയാണ് അക്കമ്പനി ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു പാരാമെഡിക് സ്റ്റാഫും പാരാമെഡിക് സ്റ്റാഫിന്റെ ട്രെയിനഡ് നഴ്സിനെ അക്കമ്പനി ചെയ്താൽ മതി കേട്ടോ. ലെവൽ 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ്, അവരുടെ കൂടെ ആരെയാണ് അക്കമ്പനി ചെയ്യേണ്ടത്? ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സണൽ, അവരൊരു ഡോക്ടറാണ് ഉദ്ദേശിക്കുന്നത്, അവരെയാണ് കൂടെ വിടേണ്ടത്. ലെവൽ 3 എന്ന് പറയുമ്പോൾ 2 ഫെയിലിയർ ഓർഗൻ സിസ്റ്റംസും അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. അവരുടെ കൂടെ ആരെയാണ് അക്കമ്പനി ചെയ്യുന്നത്? ഡോക്ടർ, നഴ്സ്, പാരാമെഡിക് സ്റ്റാഫ്. ഇത്രയും പേര് ആണ് അവരുടെ കൂടെ അക്കമ്പനി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത പാരഗ്രാഫ് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. The accompanying person should be actually trained, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. അത് വേറൊന്നുമല്ല, ജനറലൈസ് ചെയ്ത് പറയാണ്. നമ്മൾ ഈ അക്കമ്പനി ചെയ്ത് വിടുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, കൂടെ വിടുന്ന സ്റ്റാഫുകൾ, അവരെന്ന് പറയുമ്പോൾ വളരെ ട്രെയിനഡ് ആയിട്ടുള്ള, കോമ്പീറ്റന്റ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഓക്കെ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രോഗികളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെയധികം പരിശീലനങ്ങളും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അക്കമ്പനി ചെയ്ത് വിടേണ്ടത് കേട്ടോ.
അവർക്ക് കാർഡിയാക് സപ്പോർട്ട് കൊടുക്കാനും എയർവേ മാനേജ്മെന്റ് ചെയ്യാനും ക്രിട്ടിക്കൽ കെയർ ഒക്കെ കൊടുക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളെ വേണം അവരുടെ കൂടെ വിടാനായിട്ട് കേട്ടോ. ഇനി നോക്കിയേ, ഇഫ് ദ ഫിസിഷ്യൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഷിഫ്റ്റ് അൺസ്റ്റേബിൾ പേഷ്യൻസ്, then the provision of contacting the physician concerned by the transport team എന്നാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ടീം എന്നാണ് കേട്ടോ ഇവിടെ. ട്രാൻസ്പോർട്ട് ടീം that should certainly be ready for the service കേട്ടോ. ഇനി ഇപ്പൊ ഫിസിഷ്യൻ ഇല്ലാന്ന് വിചാരിക്കും, ഇപ്പൊ ലെവൽ 2 ലെവൽ 3 നമുക്ക് ഒരു ഡോക്ടറെ കൂടെ വിടണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഒരു ഫിസിഷ്യൻ അവൈലബിൾ അല്ലാന്ന് വിചാരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് ഫിസിഷ്യൻ അവൈലബിൾ അല്ലെങ്കിൽ ഫിസിഷ്യൻ കൺസേൺഡ് ആയിട്ടുള്ള, അതായത് ഒരു ഫിസിഷ്യന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഗൈഡൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ടീമിനെയെങ്കിലും അവരിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എല്ലാ സന്ദർഭത്തിലും ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. ഡോക്ടറുടെ സാന്നിധ്യത്തില് അതേ ഡോക്ടറുടെ തന്നെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ള, പരിശീലനങ്ങൾ, ഗൈഡൻസ് ലഭിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ടീമിനെ അവരോടൊപ്പം ചെയ്യേണ്ടതാണ്, അയക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് തിങ്കളാഴ്ച നമുക്കൊരു ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഫിനിഷ് ചെയ്തിട്ട് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു റിവിഷനും കൂടെ നടത്തിയിട്ട് നമുക്ക് ക്ലാസ് പിന്നെ വൈകിട്ട് ചെയ്യാം കേട്ടോ. ചൊവ്വാഴ്ച എനിക്ക് അവർ വരുന്നില്ലല്ലോ, ചൊവ്വാഴ്ച അവർ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ തിങ്കളാഴ്ചത്തെ എന്തായാലും നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് വൈകിട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടികളാണ് കേട്ടോ, നല്ല കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം, എല്ലാ നന്മകളും ലൈഫിൽ ഉണ്ടാവട്ടെ കേട്ടോ. എപ്പോഴും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങള് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ട് കോൺവൊക്കേഷൻ, ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ വരിക കേട്ടോ. അപ്പൊ വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നിങ്ങളെ എനിക്ക് കണ്ടിട്ടില്ല, പേരുകളൊക്കെ കുറെ പേരുടെ എനിക്ക് അറിയാം. അപ്പൊ നേരിട്ട് വരുമ്പോ നമുക്ക് കാണാട്ടോ. ഇപ്പൊ എന്തെങ്കിലും കൂടുതല് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ വരും, അവിടെയൊന്നും തോറ്റു കൊടുക്കരുത്. നിങ്ങൾ നല്ല മിടുക്കരായിട്ട് തന്നെ പഠിച്ച് ജോലിക്ക് കയറണം കേട്ടോ. ഒരിക്കലും എന്താ പറയാ, തളർന്നു പോകരുത് കേട്ടോ. എനിക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. അതുപോലെ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങളോട് ഓണം ആശംസകൾ അറിയിക്കാൻ കേട്ടോ. വീട്ടുകാരോടൊക്കെ പ്രത്യേകം നിശ്ചിതമായിട്ട് പറയാം. ഓക്കെ, മൺഡേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മിസ്സിന് ഞങ്ങൾക്ക്. ശരി, അഡ്വാൻസ് ഹാപ്പി ഓണം മിസ്. ഓക്കെ, ശരി, മൺഡേ കാണാം കേട്ടോ.